ഇനി നമുക്ക് ചെയ്യേണ്ടത് സോ ബേസ് ലെയർ എന്ന് പറയുന്ന ഈ ലെയർ ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ കളറുകളും മാച്ചാണ്, സെൻറ്റർ പീസുമായിട്ട് മാച്ചാണ്, വൈറ്റുമാണ്. ഇതാണ് ബേസ് ലെയർ എന്ന് പറയുന്നത്. സോ അത് സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എഡ്ജ് പീസുകൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെയാണ് എഡ്ജ് പീസ് എന്ന് പറയുന്നത്. ഈ എഡ്ജ് പീസുകൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എഡ്ജ് പീസ് സോൾവ് ആണ്, സോൾവ് ആയി നിൽപ്പുണ്ട്. അടുത്തായി നമുക്ക് ഈ പീസ് സോൾവ് ചെയ്യാൻ നോക്കാം. ഈ പീസിൽ വരേണ്ട കളറുകൾ ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ ആൻഡ് വിച്ച് വൺ? നത്തിങ് എൽസ്. റെഡും ബ്ലൂവും മാത്രം മതി ഇവിടെ വരാനായിട്ട്. അപ്പോൾ അത് എവിടെ ഉണ്ടെന്ന് നോക്കുക. റെഡ്, ബ്ലൂ എവിടെയും ഇല്ല. എവിടെയാണ്? ദാ ഇവിടെ ഉണ്ട്. അവൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ വന്ന് കാണാം. അതിന് പകരം നമുക്ക് ഒരാളെ, വേറെ ആരെ എടുക്കാം? ഇവിടെ ഓറഞ്ച്, ബ്ലൂ, ദാ ഇവിടെയുണ്ട് ഓറഞ്ച്, ബ്ലൂ. നമുക്ക് ഈ ഓറഞ്ച് ബ്ലൂവിനെ ഇവിടെ കൊണ്ടുവരാൻ നോക്കാം. സോ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആണ് ഇവൻ ഇരുന്നിരുന്നെങ്കിലും അവനെ റൊട്ടേറ്റ് ചെയ്ത് ബ്ലൂവിനടുത്ത് കൊണ്ടുവന്ന് മാച്ച് ചെയ്യിക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിനോട്ട് അവനെ മാറ്റണം. അതായത് ഇവനെ ഇവിടെയാണ് കറക്കി കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ഇവനെ ഇങ്ങോട്ട് മാറ്റുക. ആ ടോപ്പ് ലെയർ മാത്രം കറക്കുക. നമ്മൾ ആശാനെ ഇവിടെ നിന്ന് ചാടിച്ച് ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ചാടിച്ച് ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ലെഫ്റ്റിൽ കൊണ്ടുവരേണ്ടതുള്ളതുകൊണ്ട് അവനെ റൈറ്റിലോട്ട് തിരിച്ചു വെച്ചു. ഓക്കെ. എന്നിട്ട് ഇതുപോലെ ക്യൂബ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യണം. നമ്മൾ റൈറ്റ് സൈഡ് നേരത്തെ മൂവ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ഒരു മൂവ്മെൻറ്റ്, ദെൻ ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഇടത്തോട്ട്. നമ്മൾ നേരത്തെ വലത്തോട്ടാണ് പറഞ്ഞത്, അപ്പുറത്തെ സൈഡ് ചെയ്തപ്പോൾ കോമൺ മൂവ്മെൻറ്റ്. ദെൻ ലെഫ്റ്റ് സൈഡ് തിരിച്ച് റൈറ്റ് സൈഡ് ടോപ്പ് റൈറ്റിലോട്ട്. എന്നിട്ട് ഈ ക്യൂബിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കണം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ക്യൂബിനെ ഇങ്ങനെ തിരിക്കണം. മനസ്സിലായോ? നമ്മൾ ഈ സൈഡ് വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്യൂബിനെ ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള നമ്മുടെ പഴയ മൂവ്മെൻറ്റ് ചെയ്യുക. റൈറ്റ് 1, ടോപ്പ് 1, റൈറ്റ് തിരിച്ച് ടോപ്പ് തിരിച്ച്. സോ കണ്ടോ ആശാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ആശാൻ ചാടി ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. കോംപ്ലിക്കേറ്റഡ് തോന്നുമെങ്കിലും ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇനി നമുക്ക് ഈ റെഡ് ബ്ലൂവിനെ ഇവിടെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ആ റെഡ് ബ്ലൂവിനെ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് ആദ്യം റെഡുമായിട്ട് മാച്ച് ചെയ്യിക്കുക. എന്നിട്ട് നോക്കുക എങ്ങോട്ടാണ് വരേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. സോ ഇവനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കാം. റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ ചാടിക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ മൂവ്മെൻറ്റ് ചെയ്യുക. ലെഫ്റ്റ് 1, ഓക്കെ. ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇടത്തോട്ട്, ദെൻ ലെഫ്റ്റ് തിരിച്ച് ടോപ്പ് തിരിച്ച്. എന്നിട്ട് ക്യൂബ് എങ്ങോട്ടാ? ഇടത്തോട്ട് ചാടിച്ചുകൊണ്ട് നമ്മൾ ക്യൂബിനെ ഇടത്തോട്ട് തിരിക്കും. ലെഫ്റ്റിലോട്ട് ടോട്ടലായിട്ട് തിരിക്കുക. എന്നിട്ട് റൈറ്റിനെ മൂവ്മെൻറ്റ് ചെയ്യുക. റൈറ്റ് 1, റൈറ്റ് വലത്തോട്ട്, റൈറ്റ് തിരിച്ച് ടോപ്പ് വലത്തോട്ട്, റൈറ്റ് തിരിച്ച് ടോപ്പ് ഇടത്തോട്ട്. സോ കണ്ടോ ആ റെഡ് പീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ എഡ്ജും സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ വരേണ്ടത് ഓറഞ്ച് ഗ്രീനാണ്. അത് അവിടെ സോൾവ് ആയി തനിയെ നിൽപ്പുണ്ട്. ഓറഞ്ച് ഗ്രീൻ അവിടെ വന്നിപ്പോണ്ട്. അവനെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് ഇവനെ റൈറ്റിലോട്ട് തിരിച്ച് വയ്ക്കുക. ലെഫ്റ്റിലെ മൂവ്മെൻറ്റ് ചെയ്യുക. ലെഫ്റ്റ് 1, ടോപ്പ് ഇടത്തോട്ട്, ലെഫ്റ്റ് തിരിച്ച് ടോപ്പ് വലത്തോട്ട്. എന്നിട്ട് ക്യൂബിനെ ലെഫ്റ്റിലോട്ട് തിരിക്കുക. റൈറ്റ് ഒരു മൂവ്മെൻറ്റ്, റൈറ്റ് തിരിച്ച് ടോപ്പ് തിരിച്ച്, റൈറ്റ് തിരിച്ച് ടോപ്പ് നേരെയായിരുന്നു നേരത്തെ, ടോപ്പ് തിരിച്ച്. ഇത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ മൂവ്മെൻറ്റ് സോൾവ് ആയി. എല്ലാ സൈഡും സോൾവ് ആയി. എല്ലാ എഡ്ജുകളും സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ.